പുത്തൻ ആശയങ്ങളുടെയും നിറഞ്ഞ സംവാദങ്ങളുടെയും വേദി തേവര സാഹിത്യോത്സവത്തിന്റെ 1ാം പതിപ്പിന്റെ ആദ്യ ദിവസത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു യാത്രയാണ് ഈ സാഹിത്യോത്സവം. പ്രഗത്ഭരായ പ്രഭാഷകർ ഒത്തുകൂടുന്ന ഈ വേദിയിൽ പരിമിതികളില്ലാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും സ്വതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കുവാനും ഈ 2 ദിവസങ്ങൾ കാരണമാകട്ടെ. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി തനുജ ഭട്ടതിരി, ഡോക്ടർ അഖില KS, ഡോക്ടർ CK ദീപ എന്നിവരാണ്. ഏവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഴുത്തുകാരിയും ഒപ്പം ലളിതാംബിക അന്തർജനത്തിന്റെ പേരക്കുട്ടിയുമായി ശ്രീമതി തനുജ ഭട്ടതിരി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി പ്രവർത്തിക്കുന്നു. ആർക്കൂട്ടം തേടി, ഗഞ്ച, സെലസ്റ്റിയൽ പ്ലെയിൻ എന്ന പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. വെൽക്കം മാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ ജനിച്ച ഡോക്ടർ അഖില KS ഇപ്പോൾ ചാലക്കുടി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആയുഷ് മഠം ആയുർവേദ ഹോസ്പിറ്റൽ അവാർഡ് റിസർച്ച് സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമാണ്. സ്വപ്നങ്ങൾ നെയ്യുന്ന പെൺകുട്ടി, നാവ്, മാജിക് ഹോം, വേര് പൂക്കുന്ന മരം എന്ന പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. വെൽക്കം മാം. അധികാരം, ചരിത്രം, സംസ്കാരം, TD രാമകൃഷ്ണന്റെ നോവലുകളിൽ എന്ന വിഷയത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി ഡോക്ടർ CK ദീപ പുതു നോവൽ പ്രതിനിധാനങ്ങൾ, സന്ദേശം, അതൊന്നേയുള്ളൂ എന്ന പുസ്തകങ്ങളുടെ രചയിതാവ് കൂടെയാണ്. ഒപ്പം സേക്രഡ് ഹാർട്ട് കോളേജിന്റെ മലയാളം ഫാക്കൽറ്റിയിലെ പ്രൊഫസർ കൂടെയാണ് ഡോക്ടർ CK ദീപ. ദീപ മാമിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പെണ്ണെഴുത്തിന്റെ മാറുന്ന മുഖങ്ങൾ എന്ന വിഷയത്തെ തുടർന്ന് വളരെ ശക്തമായ ഒരു സംവാദത്തിന്റെ തുടക്കത്തിലേക്കാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ദിസ് ഇസ് ദ 3rd session of Tevara Literature Festival and its first edition. Hope you have a wonderful session. Also, സെഷന്റെ ഇടയ്ക്ക് ദയവായി ആൾക്കാർ സംസാരിക്കാതിരിക്കുക. നമുക്ക് ഈ സെഷന്റെ ഒടുവിൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ സ്പീക്കേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. ഓവർ ടു ദ സ്പീക്കേഴ്സ്. തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പെണ്ണെഴുത്തിൻ്റെ മാറുന്ന മുഖങ്ങൾ എന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 2ാം ദിവസമായ ഇന്ന് വനിതാ ദിനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ എല്ലാ സെഷൻസും വളരെ പവർഫുള്ളായിട്ടുള്ള അഭിമുഖങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. അപ്പം നമ്മൾ 2 സെഷൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം CK ജാനു, നിലീന അത്തോളി അവരുടെ 2 പേരുടെയും സംസാരം നമ്മൾ കേട്ടു. അതുപോലെ നളിനി ജമീല മാം, അതുപോലെ ജോളി ചിറത്ത് മാം അവരുടെ സെഷനും വളരെ വളരെ ശക്തമായ ഭാഷയിൽ, വളരെ ലളിതമായ ഭാഷയിലാണ് 4 പേരും സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത, നമ്മൾ കാണാത്ത ഒരുപാട് ജീവിതങ്ങൾ നമ്മളിവിടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടു കഴിഞ്ഞു. ഇനിയും തീർച്ചയായിട്ടും ഒരുപാട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനുണ്ട്. നമ്മുടെ ഈ സെഷനിൽ അതിഥികളായി എത്തുന്നത് സ്വന്തം സർഗ വൈഭവം കൊണ്ട് മലയാള സാഹിത്യത്തിൽ സ്വന്തമായൊരിടം നേടിയ 2 എഴുത്തുകാരികളാണ്. ശ്രീമതി തനുജ ഭട്ടതിരി, നമുക്കറിയാം എഴുത്തുകൊണ്ടും സ്വന്തമായ നിലപാടുകൊണ്ടും മലയാളികളെയും മലയാള സാഹിത്യത്തെയും വിസ്മയിപ്പിച്ച എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരക്കുട്ടിയാണ് തനുജ ഭട്ടതിരി. സെലസ്റ്റിയൽ പ്ലെയിൻ, ഗഞ്ച, ഗ്രാൻഡ് ഫിനാലെ, കാലത്തിൻ്റെ സംവാദം തുടങ്ങിയ നിരവധി പുസ്തകങ്ങളിലൂടെ തനുജ ഭട്ടതിരിപ്പാട് തൻ്റെ എഴുത്തുമായി മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അവരുടെ കാലത്തിൻ്റെ സംവാദം എന്ന പുസ്തകത്തിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ ശക്തമായിട്ടുള്ള സ്വാധീനം കാണാം. കാരണം അന്തർജനത്തിൻ്റെ കാലമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഈ കൃതി വിരൽ ചൂണ്ടുന്നുണ്ട്. എല്ലാ വർഷവും 2 വർഷങ്ങളിലായി മലയാളത്തിലെ ശ്രദ്ധേയരായ സ്ത്രീ എഴുത്തുകാരികളുടെ രചനകൾ സമാഹരിച്ചുകൊണ്ട് സ്ത്രീ രചന എന്ന പേരിൽ ഒരു പുസ്തകം, 2 പുസ്തകങ്ങൾ 2 വർഷങ്ങളിലായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ലളിതാംബിക അന്തർജനം സെൻറ്ററിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ നിരവധി പ്രസിദ്ധീകരിക്കാത്ത കൃതികൾ വനിതാ എഴുത്തുകാരുടേതായിട്ട് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നിരവധി കാര്യങ്ങൾ സാഹിത്യരംഗത്ത് തനുജ ഭട്ടതിരിയുടേതായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾ, അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളുടെ രചനകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാം. താങ്ക് യു ദീപ. വേദിക്കും നിങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും ഹായ്.
വലിയ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റിയതിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാനും നിങ്ങളുടെ മുഖം കാണാനും നിങ്ങളുടെ കണ്ണിലുള്ള തിളക്കം കാണാനും ഒക്കെ. അങ്ങനെയൊക്കെയാണ് കുറച്ച് ഊർജം എനിക്ക് കിട്ടുന്നത്. ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു, ജോലി ചെയ്തിരുന്നുമാണ്. ഞാൻ കഴിഞ്ഞ വർഷം റിട്ടയറായ ആളാണ് ഹോസ്പിറ്റലിൽ നിന്ന്. 32 വർഷം ജോലി ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ദീപ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഡയറക്റ്റായിട്ട് അതിനുള്ള ആൻസർ പറയാം. എന്തുകൊണ്ട് സ്ത്രീകളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എഴുത്തുകാരികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ലളിതാംബിക അന്തർജനം എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. 1987 മരിക്കുന്നത്. പക്ഷേ മുത്തശ്ശിയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഒരു പേരക്കുട്ടി എന്നുള്ള നിലയിൽ അടുത്തിടപഴകിയിട്ടുണ്ട്. ഒരിക്കൽ പോലും സാഹിത്യത്തെക്കുറിച്ച് ചർച്ചയൊന്നും ചെയ്തിട്ടില്ല. മറ്റ് പേരക്കുട്ടികൾ സംസാരിച്ചിരുന്നവരുണ്ട്. ഞാൻ വേറൊരു രീതിയിൽ എഴുതുമായിരുന്നെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ലായിരുന്നു ആ കാലത്തെ പുസ്തകങ്ങൾ. ഞാൻ വിവാഹം കഴിഞ്ഞിട്ടാണ്, എൻ്റെ മൂത്ത മകളും ഉണ്ടായിട്ടാണ് ആദ്യത്തെ കഥ 87 പ്രസിദ്ധീകരിച്ചു വരുന്നത്. ആ സമയത്തൊക്കെയാണ് മുത്തശ്ശി മരിക്കുന്നത്. പക്ഷേ മുത്തശ്ശിയുടെ മരണശേഷമാണ്, ലളിതാംബിക അന്തർജനത്തിൻ്റെ മരണശേഷമാണ് ഞാൻ അന്തർജനത്തിലെ സാഹിത്യകാരിയെ, എഴുത്തുകാരിയെ, സ്ത്രീയെയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്രമാത്രം സഹനത്തിൽ കൂടിയാണ് കടന്നുപോയത്, എത്രമാത്രം സഹിച്ചിട്ടാണ് എഴുതിയത് എന്നൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ അത് ലളിതാംബിക അന്തർജനം എന്ന് വിചാരിച്ചിട്ടല്ല, എഴുത്തുകാരി എന്നുള്ള ഒരാളെ മാത്രമാണ് ഞാനിപ്പോൾ അവിടെ കണ്ടത്. ഞാൻ ഒരുപാട് പുറകെ പോയി അതിൻ്റെ. പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സത്യം പറഞ്ഞാൽ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് കഥ എഴുതി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്തു, എന്തൊക്കെ ചെയ്തപ്പോഴും, ഈവൻ കുടുംബജീവിതം ഉള്ളപ്പോൾ പോലും ഞാനിങ്ങനെ ലളിതാംബിക അന്തർജനത്തിൻ്റെ ജീവിതത്തെ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത്രയ്ക്കേറെ ഉണ്ടായിരുന്നു. ഞാൻ ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, ഒരു എഴുത്തുകാരി എന്നുള്ള ഒരു പദവി കസേര വലിച്ചിട്ട് ഞാനൊരു എഴുത്തുകാരി എന്ന് പറഞ്ഞ ആദ്യത്തെ സ്ത്രീ ലളിതാംബിക അന്തർജനമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അതിനു മുമ്പ് എഴുത്തുകാരികൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം, ചില സമയത്ത് ചില എഴുത്തുകാരികൾ പ്രത്യക്ഷപ്പെട്ടു. അതിനു മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്. 1 2 കൃതികൾ എഴുതി, ഒരു കാവ്യമായിരിക്കാം, ഒരു കവിതാ സമാഹാരമായിരിക്കാം, ഒരു നാടകമായിരിക്കാം, ഒരു ഭക്തികാവ്യമായിരിക്കാം, എഴുതി പിന്നെ അവരെ കാണാനില്ല. കുറച്ച് നാൾ ചിലവർ നിന്നു, പിന്നെ അവരെ കാണാനില്ല. ഈ സ്ത്രീകളൊക്കെ എങ്ങോട്ട് പോയി അറിയില്ല. അവർ മുഴുവൻ സമയം എഴുത്തുകാരിയായിരുന്നില്ല. അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഇടയിൽ, മറ്റു പ്രാരബ്ധങ്ങളുടെ ഇടയിൽ അവർ എന്തോ കുറച്ച് എഴുതി, പിന്നെ എങ്ങോട്ടോ പോയി. പുരുഷന്മാരുടെ ലോകത്ത് നിന്ന് അവർ തുടച്ചു മാറ്റപ്പെട്ടു എന്ന് നമുക്ക് കാണാം. എന്നാൽ തൻ്റെ 13ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഒരു രചന, അഭിനവ പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു ലേഖനം അന്തർജനം എഴുതി പ്രസിദ്ധീകരിക്കുന്നത്. അത് ഒരു വീട്ടിൽ വരുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് കൊടുത്തയച്ചതാണ്. പലവ്യഞ്ജന കടയിൽ പലവ്യഞ്ജന കട നടത്തുന്ന ആൾക്കൊരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്. ഒരു പുസ്തകം, ഒരു മാസിക, ശാരദ എന്നുള്ളൊരു മാസിക അവർ ഇറക്കുന്നുണ്ട്. കൊടുത്തയച്ചു, അത് പ്രസിദ്ധീകരിച്ചു. വന്നപ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നത്, ഇങ്ങനെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന്. മരണം വരെ എഴുതിക്കൊണ്ടിരുന്നു. ഇടതടവൊന്നുമില്ലായിരുന്നു. ജീവിതകാലം മുഴുവൻ എഴുതി. കവിത എഴുതി, ലേഖനങ്ങൾ എഴുതി, പഠനങ്ങൾ എഴുതി, നാടകം എഴുതി, നോവൽ എഴുതി. ഒരു നോവലേ ഉള്ളൂ, അഗ്നിസാക്ഷി എഴുതി. എല്ലാത്തിനും അപ്പുറം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ തിരക്കഥാകൃത്ത് ലളിതാംബിക അന്തർജനമായിരുന്നു. സ്ത്രീകളിൽ ഡോക്യുമെൻ്ററി എഴുതിയിട്ടുള്ളവരുണ്ടായിരുന്നു, സംവിധായകരുണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷേ നിങ്ങൾക്കറിയാം, ശകുന്തള എന്നുള്ള മലയാളം സിനിമ, അതിൻ്റെ തിരക്കഥ എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതിനകത്ത് സിനിമയിൽ എഴുതി കാണിക്കുന്നത് സംഭാഷണം ലളിതാംബിക അന്തർജനം എന്നാണ്, തിരക്കഥ തോപ്പിൽ ഭാസി എന്നാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഞാൻ തിരക്കഥ ലളിതാംബിക അന്തർജനം എന്ന് പറയാൻ കാരണം, സ്വന്തം കൈപ്പടയിൽ എഴുതിയ മുഴുവൻ
തിരക്കഥയും അന്തർജനത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞങ്ങളത് പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾ ട്രസ്റ്റുകാർ, അത് ലളിതാംബിക അന്തർജനം സെൻറ്റർ പോലെ ലളിതാംബിക അന്തർജനം ട്രസ്റ്റ് വേറൊരെണ്ണമുണ്ട്, അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് നമുക്ക് അറിയാം, പഠിക്കേണ്ട തിരക്കഥയാണത്. നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. വിധവാ വിവാഹം എന്ന് പറയുന്ന നാടകം എഴുതിയിട്ടുണ്ട്. ഈ തിരക്കഥ പഠിക്കണം എന്ന് പറയാൻ കാര്യം, സംഭാഷണത്തോടൊപ്പം ഓരോ സീനും എങ്ങനെ വേണം എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പരിസരം എങ്ങനെ വേണം, ദൃഷ്ടിയിൽ എന്തൊക്കെ ആ സീനിൽ ഉണ്ടാവണം, അത്ര വിശദമായി. ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ശകുന്തള. നിങ്ങൾ ഇവിടെ സിനിമയെക്കുറിച്ചോ ജേർണലിസം പഠിക്കുന്ന കുട്ടികളൊക്കെ അത് വാങ്ങിച്ചൊന്ന് വായിച്ചാൽ ആ തിരക്കഥയുടെ ഒരു ഗംഭീരത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നാടകം എന്ന് പറയുമ്പോൾ വിധവാ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്പൂതിരിയിൽ ഒരു സ്ത്രീ എനിക്ക് വിധവ എന്നുള്ള വാക്ക് ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ഡിക്ഷണറിയിൽ വിധവ എന്നൊരു വാക്കില്ല. പക്ഷെ ആ നാടകത്തിൻ്റെ പേര് വിധവാ വിവാഹം എന്നാണ്. ചില വാക്കുകളൊന്നും നമുക്ക് മലയാളത്തിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിധവ എന്നുള്ള വാക്ക്, ഭർത്താവ് മരിച്ചവൾ എന്ന് പറഞ്ഞാലും മതി, അതിന് വിധവ എന്നൊരു വാക്ക് പ്രത്യേകം വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ആ വിധവാ വിവാഹത്തിൽ അന്നത്തെ കാലത്ത് നമ്പൂതിരി സ്ത്രീകൾക്ക് രണ്ടാമതൊരു വിവാഹമൊന്നും പാടില്ല. 7 or 8 വയസ്സുള്ളപ്പോൾ 80 വയസ്സുള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അടുത്ത ദിവസം അയാൾ മരിച്ചുപോയാൽ ജീവിതകാലം മുഴുവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങാതെ അവർ പണി ചെയ്ത് ആ വീട്ടിൽ തന്നെ മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു വിധവാ വിവാഹം എന്ന് പറഞ്ഞ റിയൽ ആയിട്ട് കേരളത്തിൽ ഒരു വിധവാ വിവാഹം നടക്കുന്നതിന് കുറച്ചു നാൾ മുമ്പാണ് ഈ നാടകം എഴുതിയതും അത് അവതരിപ്പിക്കാനായി പ്രാക്ടീസ് ചെയ്യുന്നതും. എന്നാണോ സ്റ്റേജിൽ കയറുന്നത് അതിൻ്റെ തലേന്നാണ് കേരളത്തിൽ ആദ്യമായി നമ്പൂതിരിമാരുടെ ഇടയിൽ ഒരു വിധവാ വിവാഹം നടക്കുന്നത്. അപ്പോൾ 10 ജന്മം പട്ടിയായി ജനിച്ചാലും ഒരു ജന്മം പോലും നമ്പൂതിരിമാരുടെ ഇടയിൽ ഒരു പെണ്ണായി എന്നെ ജനിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച അന്തർജനങ്ങളുടെ നടുക്കിരുന്നു കൊണ്ടാണ് ലളിതാംബിക അന്തർജനം എഴുതിയത്. കൂടാതെ ലളിതാംബിക അന്തർജനം പല ആധികാരിക പോസ്റ്റുകളിലും ഇരുന്നു. അതായത് പരിഷത്തിന്റെ പ്രസിഡന്റ്, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി കുറച്ച് ദിവസങ്ങൾ, പിന്നെ വൈസ് പ്രസിഡന്റായി കുറേ നാളുകൾ, പ്രവർത്തന അംഗമായി കുറേ നാളുകൾ. അങ്ങനെ ഇന്നത്തെ ഞാൻ ഇത്രയും പറയാൻ വന്നത് ലളിതാംബിക അന്തർജനത്തെ കുറിച്ച് പറയാനല്ല. ഒരു സ്ത്രീ, ഒരു എഴുത്തുകാരി, ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം എഴുതുന്ന ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ നിങ്ങളൊക്കെ പലരും എഴുതുന്നവരുണ്ടാവും. അതുകൊണ്ടായിരിക്കും, താല്പര്യമെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ വായിക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും കസേര വലിച്ചിട്ടിട്ട് ഞാനൊരു എഴുത്തുകാരി എന്ന് മനസ്സിലെങ്കിലും പറഞ്ഞു തുടങ്ങണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു പടിയായിരുന്നു അന്തർജനം. അത് എല്ലാ സർവ്വമേഖലകളിലും തൊട്ടുകൊണ്ട്, എല്ലാ രചനാരംഗത്തും തൊട്ടുകൊണ്ട്, തൻ്റെ അധികാര പൊസിഷനുകളിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും അനുഭവിച്ച ദുരിതങ്ങൾ കാണുമ്പോൾ അത് ആ കാലം കൊണ്ടുവന്ന കാലത്തിൻ്റെ പ്രശ്നമായിരുന്നു. അന്ന് പുരുഷന്മാർ സ്ത്രീകളോട് മിണ്ടിയാൽ പ്രശ്നമുള്ള കാലത്ത് നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആണുങ്ങൾ, പുരുഷന്മാർ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ വന്നിരുന്നു, ഒരുമിച്ച് അവിടെ അവർ താമസിച്ചിരുന്നു. മറ്റ് ജാതി മതസ്ഥർ വന്നിരുന്നു. താഴ്ന്ന ജാതിയിലുള്ളവർ വരുമ്പോൾ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ പുറത്തിറങ്ങിപ്പോയിരുന്നു. എന്നിട്ടും അവിടെ ബഷീർ വലിയ സുഹൃത്തായിരുന്നു. ബഷീറിന് എഴുതിയ കത്തിലെ ഒരു വാചകം വായിക്കുന്നത് അത് എഴുത്തുകാരികൾ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ലളിതാംബിക അന്തർജനം എഴുതിയ ഒരു വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. സമീപമുള്ള സുന്ദര വസ്തുക്കളെയൊക്കെ വിട്ട് എന്തിനാണ് ബഷീർ നമ്മൾ അപാരതയിലെ അദൃശ്യ അനുഭവങ്ങൾക്കായി കരളയക്കുന്നത്? ഒരു കത്താണത്. അതെന്താണെന്ന് വെച്ചാൽ, എഴുത്തുകാരികൾക്ക് സമീപം വളരെ സുന്ദരമായ കാര്യങ്ങൾ ഉണ്ടാകും. അതിനെല്ലാം വിട്ടിട്ട് എഴുത്തുകാരിയുടെ ഒരു വ്യഥ, ലോകത്തോടുള്ള ഒരു ചകിതമായ മനസ്സ്, മറ്റുള്ളവരുടെ വേദന കാണാനുള്ള, അതുകൊണ്ടാണല്ലോ പാലസ്തീനിൽ കുട്ടികൾ ഭരിക്കുമ്പോഴും നമ്മൾ ഇവിടെ ഇരുന്ന് യുദ്ധം നടക്കുമ്പോഴും നമുക്കൊരു സങ്കടം തോന്നുന്നത്, അല്ലെങ്കിൽ എവിടെ ഒരു അനീതി നടക്കുമ്പോഴും പിടയുന്ന ഒരു മനസ്സുണ്ടാകുന്നത്. അപ്പോൾ അപാരതയിലെ അദൃശ്യ അനുഭവങ്ങൾക്ക് നമ്മുടെ നയനങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത, കേട്ടും അല്ലെങ്കിൽ നമ്മുടെ നടക്കുന്നു എന്നറിയുമ്പോൾ നമ്മുടെ കണ്ണവിടെ എത്തുന്നത്. അങ്ങനെ അതൊരു എഴുത്തുകാരിക്കാണ് പറ്റുന്നത്, എഴുത്തുകാർക്കാണ് പറ്റുന്നത്, എഴുത്തുകാരികൾക്കാണ് പറ്റുന്നത്. അങ്ങനെ അദൃശ്യ അനുഭവങ്ങളാണ് നമ്മളെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, എഴുത്തുകാരികളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് നിന്ന് മുന്നോട്ട് വരുമ്പോൾ സ്ത്രീകൾ, എഴുത്തുകാരികൾ പിന്നീട് സ്ത്രൈണതയെക്കുറിച്ച് എഴുതി, ലൈംഗികതയെക്കുറിച്ച് എഴുതി, രാഷ്ട്രീയം ചിന്തിച്ചു തുടങ്ങി. ഇന്ന് സ്ത്രീകൾ രാഷ്ട്രീയത്തിലാണ്. ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലും ഒരു രാഷ്ട്രീയമാണെന്ന് ഇന്നത്തെ എഴുത്തുകാരികൾ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ മാറ്റം
സമൂഹത്തിൽ ഒരു വലിയ ഒഴുക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ നൂറ്റാണ്ടുകളായി കണ്ടിട്ടില്ല ഇവിടെ ആരും. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അത് ഞാൻ അടുത്ത ഒരു അവസരത്തിൽ പറയാം. നൂറ്റാണ്ടുകളായി കണ്ടിട്ടില്ല. ഈ 100 വർഷം മുമ്പോ 150 വർഷം മുമ്പോ നമ്മുടെ ഇവിടെ എഴുത്തുകാരികൾ ഇല്ലാഞ്ഞിട്ടാണോ, അവർക്ക് വികാരങ്ങളില്ലാഞ്ഞിട്ടാണോ, ഇല്ലാഞ്ഞിട്ടാണോ എഴുത്തുകളൊന്നും ഉണ്ടാകാതിരുന്നത്? പുരുഷന്മാർ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എഴുത്തുകാരികളൊക്കെ എവിടെ പോയി? ആ എഴുത്തുകാരികളൊക്കെ ഇന്ന് ഇത്രയും എഴുത്തുകാരികൾ എങ്ങനെ ഉണ്ടായി? എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, എങ്ങനെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നു, ഭാഷ ഉപയോഗിക്കുന്നു, ഇതെല്ലാം നമ്മൾ സ്വയം. എളുപ്പമായിരുന്നില്ല, ഞാൻ പറയാൻ വന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല സ്ത്രീകളുടെ വഴി. ഒരുപാട് സ്ത്രീകൾ അടുക്കളയിൽ കിടന്നും ഒറ്റപ്പെട്ട ഇരുണ്ട മുറിയിൽ കിടന്നും കരഞ്ഞു തീർത്തിട്ടാണ് ഇന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് ആർജവത്തോടെ നമ്മൾ നിൽക്കുന്നതെന്ന് നിങ്ങൾ ആരും മറക്കരുത് എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ശക്തി കൊടുക്കാനായി പറ്റുന്ന. അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറയില്ലേ, അതുപോലെ എഴുതാത്ത സ്ത്രീകളുടെ ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത കൃതികൾ പ്രസിദ്ധീകരിക്കുക, കഥാമത്സരം കുട്ടികൾക്ക് നടത്തുക, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ. ഒന്നും വേണ്ട, നമുക്കറിയാവുന്ന ഒരു എഴുത്തുകാരിയോട് എഴുതൂ എന്നൊന്ന് പറയുക. അതൊരു വലിയ കാര്യമാണ്. നമ്മൾക്കിതൊരു വലിയ സദസ്സുണ്ടാക്കി പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു കൂട്ടുകാരി എഴുതുമ്പോൾ ഒരു വാക്ക്, ഒരു സ്പർശം, അതൊക്കെ തന്നെ നമുക്ക് വലിയ പ്രചോദനമാണ്. ആ പ്രചോദനങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്. ഞാനൊരു സെൻറ്റർ എന്ന് ലളിതാംബിക അന്തർജനം ട്രസ്റ്റ് ഉണ്ടായിരിക്കെ ലളിതാംബിക അന്തർജനം സെൻറ്റർ എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരെണ്ണം ഉണ്ടാക്കി എനിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. ഡോക്ടർ അഖില KS യുവതലമുറയിലെ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് അഖില. അഖില ഒരു ആയുർവേദ ഡോക്ടറാണ്. ആയുഷ് മഠം എന്ന പേരിൽ സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ അഖില ചെയ്യുന്ന സാഹിത്യ സംരംഭങ്ങൾ നമ്മളെ വളരെയധികം വിസ്മയിപ്പിക്കും. അടുത്തിടെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച നാവ് എന്ന ഒരു നോവലിലൂടെയാണ് ഞാൻ ഈ എഴുത്തുകാരിയെ നേരിട്ടറിയുന്നത്. തീർച്ചയായിട്ടും വായിച്ചപ്പോൾ വളരെയധികം അത്ഭുതം തോന്നിയ ഒരു നോവലാണ് നാവ്. കാരണം എനിക്ക് എഴുത്തുകാരി ഞാൻ വായിച്ചിട്ടുണ്ട്. അഖിലയുടെ ചെറുകഥകൾ അതിനു മുമ്പ് ആനുകാലികങ്ങളിൽ വന്നപ്പോൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ വായിച്ചത് ആളെ അറിയാത്തത് കൊണ്ട് അങ്ങ് മനസ്സിൽ നിന്നില്ല. പക്ഷേ ഈ നാവ് എന്ന നോവൽ വായിച്ചപ്പോഴാണ് ശരിക്കും ഇത് ചില്ലറക്കാരിയല്ലല്ലോ എന്ന് തോന്നിയത്. വെറുതെ പറയുന്നതല്ല. ഞാൻ അപ്പോൾ തന്നെ, എനിക്ക് ആളെ നേരിട്ട് അറിയില്ല, പക്ഷേ FBയിൽ ഞാൻ അന്വേഷിച്ച് പിടിച്ച മെസ്സഞ്ചറിലൊരു മെസ്സേജ് അയച്ചു. അങ്ങനെയാണ് അഖിലയായിട്ട് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് അഖിലയുടെ മറ്റു പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് വായിക്കാൻ തുടങ്ങി. വേര് പൂക്കുന്ന മരം എന്നൊരു നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാജിക് ഹോം എന്ന പേരിൽ ഒരു ബാലസാഹിത്യ നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, ഒരു സ്വപ്നങ്ങൾ നെയ്യുന്ന പെൺകുട്ടി അല്ലേ, അത് ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു കഥാസമാഹാരം കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി സമാഹരിക്കപ്പെടാത്ത ഒരുപാട് ചെറുകഥകൾ നിരവധി ആനുകാലികങ്ങളിലായിട്ട് ഉണ്ട്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇത്രയും പ്രൊഫഷണൽ, ഇത്രയും തിരക്കേറിയ ഒരു ഡോക്ടറായിരുന്നിട്ടും അഖില എങ്ങനെയാണ് എഴുത്തിന് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തുന്നത്? അപ്പം ഇന്നത്തെ ദിവസം മാർച്ച് 8 പ്രത്യേകിച്ച് അഖിലയ്ക്ക് ഒരു സന്തോഷ ദിനം കൂടിയാണ്. അഖിലയുടെ മൃതസഞ്ജീവനി എന്ന ചെറുകഥ ഇന്ന് പുറത്തിറങ്ങിയ സമകാലിക മലയാളം വാരികയിലുണ്ട്. അതുപോലെ അഖിലയുടെ പുതിയ പുസ്തകത്തിൻ്റെ കൂട്ടിക്കൊടുപ്പുകാരും വിശ്വാസികളും എന്ന കഥാസമാഹാരത്തിൻ്റെ കവർ പേജ് റിലീസും ഇന്ന് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസം, നമുക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു ദിവസമാണിന്ന്. കാരണം ഇന്ന് അഖിലയെ നമ്മുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അഖിലയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നത്. അഖിലയുടെ നാവ് എന്ന നോവലിൽ എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്ത ഒരു വാചകമുണ്ട്, മേന്മയുള്ള നാവുകൾ ആക്രമിക്കുന്നു എന്നുള്ളത്. അത് ഞാൻ ഇന്ന് വീണ്ടും ഇവിടെ പറയാനുള്ളൊരു കാരണം, ഇന്നലെ അഖിലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതാണ്. അപ്പം വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് അഖില പങ്കെടുക്കാനിരിക്കുന്ന മറ്റു പരിപാടികൾ, വേറെയും ഒരു 3-4 പരിപാടികളിൽ അഖിലയ്ക്ക് സംസാരിക്കാനുണ്ട് ഇന്നും നാളെയുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം തൻ്റെ FB പോസ്റ്റിലൂടെ അഖില പങ്കുവച്ചു. അപ്പം ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എന്തൊക്കെ തരത്തിലുള്ള
ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം അഖിലയ്ക്ക് എഴുത്തിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഈ നാവ് എന്നുള്ള നോവലിൽ പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നോവലാണ് നാവ്. ഇപ്പം മേന്മയുള്ള നാവുകൾ ആക്രമിക്കുന്നു എന്ന് ഒരു എഴുത്തുകാരി എഴുതണമെങ്കിൽ അത് വെറുതെ എഴുതില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. നമസ്കാരം. എനിക്ക് സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ തന്നെ വലിയ സന്തോഷമായി. കാരണം ഞാൻ +2 കഴിഞ്ഞ് നേരെ പ്രൊഫഷണൽ കോളേജിലേക്ക് പോയ ഒരാളാണ്. അപ്പോൾ ഒരു ആർട്സ് കോളേജിൻ്റെ ഒരു പഠിത്തത്തിൻ്റെ ഭംഗി എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എല്ലാം പഠിപ്പിസ്റ്റുകളാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ലൈഫ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കോളേജുകളിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇവിടുത്തെ ഒരു കളറും വൈബും, ഇവിടുത്തെ ടീച്ചേഴ്സ് പോലും അങ്ങനെയാണ്. ഞാൻ വന്നപ്പോൾ പറയുമായിരുന്നു, ഇവിടുത്തെ ടീച്ചേഴ്സിനെ കണ്ട സ്റ്റുഡൻസിനെ പോലെയുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണെന്ന് പറഞ്ഞു. ആയിരിക്കും, ഇവിടുത്തെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ടീച്ചർ ചോദിച്ചതിന് ഞാൻ പറയാം. അതിനു മുൻപ് ഞാനൊരു വിയോജിപ്പ് പറഞ്ഞോട്ടെ. ഈ ഒരു സെഷൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് പെണ്ണെഴുത്തിൻ്റെ മാറുന്ന മുഖങ്ങൾ എന്നാണ്. അപ്പോൾ പെണ്ണെഴുത്ത് എന്നുള്ളൊരു വാക്കിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, പെണ്ണെഴുത്ത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ശ്രീ സച്ചിദാനന്ദനാണെന്ന്. അതായത് പാപത്തറ എന്ന് പറഞ്ഞ സാറാ ജോസഫിൻ്റെ ഒരു കഥാസമാഹാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവതാരിക എഴുതിയത് ശ്രീ സച്ചിദാനന്ദനാണ്. അപ്പോൾ അതിലാണ് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അനുകൂലമായിട്ട് പറഞ്ഞവർ പറഞ്ഞത് സ്ത്രീ മലയാള സാഹിത്യത്തിൽ മുന്നേറുന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് പെണ്ണെഴുത്ത് എന്ന പദം എന്ന് പറഞ്ഞു. പ്രതികൂലമായവർ പറഞ്ഞു ഇത് യുക്തമായ ഒരു വാക്കല്ല. ചന്ദ്രമതി ടീച്ചറൊക്കെ പറഞ്ഞത് അതൊരു ആണ് സജസ്റ്റ് ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് യുക്തമായ ഒരു വാക്കല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഈ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഒരു സംഭവം ഓർമ്മ വരാറുണ്ട്. അതായത് ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടിക്ക് സമ്മാനം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന പെൺകുട്ടിക്ക് വേറൊരു സമ്മാനമുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പഠിപ്പിസ്റ്റായിരുന്നു. വേറെ അങ്ങനെയായിരുന്നു. അങ്ങനെ വന്ന നഷ്ടങ്ങൾ കുറേ ഉണ്ട്. അപ്പം ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, എപ്പോഴും ഫസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമ്മാനം കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആൺകുട്ടി എന്ന് പറഞ്ഞൊരു സമ്മാനം വേറെ കൊടുത്തിട്ടില്ല ആ സമയത്ത്. അപ്പോഴേ ഞാൻ വിചാരിക്കും ഇതെന്താണ് അങ്ങനെ. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ആലോചിക്കാം. ഏതൊരു അവസ്ഥയിലും ഒരു പെൺകുട്ടിക്ക് സമ്മാനം കിട്ടിയിരിക്കണം എന്നൊരു പരിഗണനയായിട്ടും ആലോചിക്കാം. അല്ലെങ്കിൽ അപൂർവമായിട്ടേ പെൺകുട്ടികൾ 1-ാം സ്ഥാനത്തെത്തൂ എന്നൊരു അപമാനിക്കലായിട്ടും വായിക്കാം. അതുപോലെ തന്നെയാണ് ഈ പെണ്ണെഴുത്ത് എന്ന പദം കേൾക്കുമ്പോൾ, ഇപ്പോൾ സാഹിത്യത്തിൽ പുരുഷന്മാർ ഉണ്ടാക്കി വെച്ച ഒരു ആധിപത്യമുണ്ട്. അവരുടെ ഒരു ഫ്രെയിമുണ്ട്. നമ്മളൊരു 19-ാം നൂറ്റാണ്ട് മുതലേ കാണുമ്പോൾ അവരുണ്ടാക്കി വെച്ച ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പൊരുതി നേടി സ്ത്രീ സാഹിത്യത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാനം, അതിൻ്റെ അടയാളപ്പെടുത്തലായിട്ട് നമുക്ക് വേണമെങ്കിൽ പെണ്ണെഴുത്ത് എന്നുള്ള പദത്തെ വായിക്കാം. പക്ഷേ എനിക്ക് അതൊരു വിവേചനമായിട്ടാണ് എപ്പോഴും തോന്നാറ്. കാരണം നമ്മൾ എഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ, സങ്കല്പം, നമ്മുടെ ബുദ്ധി, യുക്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ്. അതിനിപ്പോൾ അതൊക്കെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ല. ഇതൊക്കെ യോജിപ്പിച്ച് വരുമ്പോൾ എഴുത്ത് എന്നൊരു സുന്ദരമായൊരു സംഭവം അത് സംഭവിക്കുകയാണ്. അതാണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെ. അവിടെ ഒരു പെണ്ണെഴുത്ത് എന്ന് പറയുന്നത് എനിക്കൊരു 2-ാം തരം പോലെ തോന്നും. അത് എപ്പോഴും തോന്നാറുണ്ട്. പണ്ട് അക്ഷരാഭ്യാസം പോലും പെണ്ണുങ്ങൾക്ക് നിഷേധിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു പദത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ടീച്ചർ പറഞ്ഞത് നോവൽ നാവ് എൻ്റെ FB പോസ്റ്റുകളിൽ പലപ്പോഴും കാണാം. കാരണം ഞങ്ങൾ താമസിച്ചിരുന്നത്, എൻ്റെ അച്ഛൻ്റെ വീട് ശരിക്കും തിരുവല്ലയാണ്.
അത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ അമ്മയുടെ സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരുപാട് ബന്ധുക്കൾ ഒന്നിച്ച് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ കസിൻ ബ്രദേഴ്സ്, എൻ്റെ ബാക്കിയുള്ള ബന്ധുക്കൾ, അടുത്തുള്ളവരെല്ലാം അടുത്തോ അകന്നോ ആയ ബന്ധുക്കളാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കൂട്ടുകുടുംബം പോലെ തന്നെയാണ്, ചുറ്റും അയൽവക്കമാണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ആൾക്കാരെ നേരിടേണ്ടതായിട്ട് വരും, പല പല ടൈപ്പ് ആൾക്കാരെ. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, പക്ഷേ അതിൽ കുറേ ആൾക്കാർ ആ ഒരു പണ്ടത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പോൾ ഇരുണ്ടിരുന്നാൽ കളിയാക്കുക എന്ന് പറയുന്നത് അവർക്കതൊരു സന്തോഷമായിരുന്നു. കറണ്ട് പോകുമ്പോൾ ഓ നിന്നെ മാത്രം കാണുന്നില്ലല്ലോ എന്ന മട്ടിൽ ഒരു പറച്ചിൽ, ആ ഒരു രീതിയിലുള്ള കളിയാക്കലുകളും ഞാൻ ടീച്ചർ പറഞ്ഞ FB പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ എൻ്റെ ഒരു ബന്ധുവുമായിട്ട് ചെസ്സ് കളിക്കുകയായിരുന്നു. അപ്പോൾ ആ ആൾ പറഞ്ഞത്, ഈ ചെസ്സ് കളിയിൽ ജയിക്കുന്ന ആൾക്ക് ഞാൻ 10 രൂപ തരും. എൻ്റെ കസിൻ ബ്രദറും ഉണ്ട് അടുത്ത്. അപ്പോൾ കസിൻ ബ്രദർ ആദ്യം കളിച്ചു, ആൾ ജയിച്ചു, 10 രൂപ കിട്ടി. അപ്പം ഞാനും ആ ബന്ധുവുമായിട്ട് കളിച്ചു, എനിക്ക് കിട്ടിയില്ല 10 രൂപ. അപ്പം ഞാനത് കൈ നീട്ടിയപ്പോൾ ആൾ ഒരു അടി തന്നു. എന്നിട്ട് പറഞ്ഞു, പെൺകുട്ടികൾക്ക് ഇത്ര ആക്രാന്തം പാടില്ല. ഞാൻ പറഞ്ഞു, ആ ചേട്ടന് കൊടുത്തല്ലോ, അവനൊരാണല്ലേ, ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ സ്ത്രീ വിവേചനം എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയില്ല അപ്പോൾ, പക്ഷേ അത് 10-11 വയസ്സിൽ നടന്ന സംഭവമാണ്. പക്ഷെ അതിങ്ങനെ മനസ്സിൽ കിടക്കും. ഞാൻ എനിക്ക് അധികം സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. ഞാനൊരു ആൾക്കൂട്ടത്തിലൊക്കെ പെട്ടുപോയാൽ നിന്ന് വേർക്കുകയുള്ളൂ. അത്ര എനിക്ക് എല്ലാവരോടും അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, ആ ഓടി നടന്ന് സംസാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ചിന്തകൾ, എൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുത്തിലൂടെയാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പം അങ്ങനെയാണ് എൻ്റെ കഥകളും നോവലുകളും ഒക്കെ സംഭവിക്കുന്നത്. നാവ് എന്ന് പറയുന്ന നോവലിൽ ഞാൻ അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, മേന്മയുള്ള നാവുകൾ ആക്രമിക്കുന്നു. പക്ഷേ അത് എഴുതുമ്പോൾ സംസാരിക്കാമല്ലോ അല്ലേ ടീച്ചറെ, സമയം. അപ്പോൾ അത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു മുഖം ഉണ്ടായിരുന്നു. ശരിക്കും അവൾ ജാതിയിൽ താഴ്ന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവൾ ലൈബ്രറി പോവുകയും ലൈബ്രറിയനോട് പുസ്തകം ചോദിക്കുകയും ചെയ്തപ്പോൾ ആൾ പറഞ്ഞതാണ്, തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്ന് പറഞ്ഞ്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത്. അപ്പോൾ ആ ആളോട് പറയാണ് കക്കുന്ന ജാതിയാണെന്ന്. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ചെറിയ കുട്ടിയാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ മേന്മയുള്ള നാവുകൾ അതിപ്പോൾ ജാതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ, അതായത് ഞാൻ 2001 10 പാസ്സാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ സാമ്പത്തികമായിട്ടും ബാക്കി ജാതിയുടെ പേരിലും ഒക്കെ ആൾക്കാർ ഒരുപാട്, അധ്യാപകരുൾപ്പെടെ ഒരുപാട് അപമര്യാദയായിട്ട് പെരുമാറും കുട്ടികളോട്. ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സെൻറ്റൻസ് എഴുതിയത്. നാവുകൾ, മേന്മയുള്ള നാവുകൾ എപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർ, നിസ്സഹായവരൊക്കെ കീഴടങ്ങുകയെ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഈ നോവലിലാണെങ്കിലും കഥാപാത്രങ്ങളെല്ലാം നാവിൻ്റെ പറച്ചിൽ കൊണ്ടോ പറയാതിരിക്കൽ കൊണ്ടോ അടികൾ കൊണ്ടോ ഒരുപാട് നിസ്സഹായത അനുഭവിച്ച കഥാപാത്രങ്ങളാണ്. അങ്ങനെ എനിക്ക് നാവ് എന്നല്ലാതെ ആ പുസ്തകത്തിന് വേറൊരു ചോയ്സ് ഇല്ലായിരുന്നു. ഞാൻ അത് തന്നെയാണ് ആദ്യമേ ഇട്ടിരുന്ന പേര്. അത് മാറ്റം വരുത്തേണ്ടിയും വന്നില്ല. അഖില പെണ്ണെഴുത്തിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ കൂടെ ഒന്ന് രണ്ട് വാക്കുകൾ ചേർക്കുകയാണ്. നമുക്ക് പറയാൻ പറ്റും പെണ്ണെഴുത്ത് എന്നൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിച്ചെങ്കിലും തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വാക്ക് വന്നാലും വന്നില്ലെങ്കിലും അതിന് മുമ്പ് വരെ, ഇതിപ്പോൾ നമ്മൾ ഈ സംവരണത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാവരും ഒന്നാണെന്ന് നമ്മൾ പറയും, ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയും. പക്ഷേ ഇന്നും നോക്കൂ, പല മീറ്റിങ്ങുകളിലും നിങ്ങൾ നോക്കിക്കോളൂ, പത്രങ്ങളൊക്കെ തുറന്നിട്ട് ആണുങ്ങളാണ് നിരന്നിരിക്കുന്നത്, ഒരു സ്ത്രീ പോലും പലപ്പോഴും കാണില്ല. വളരെ പെണ്ണുങ്ങൾക്കായിട്ടുള്ള പ്രോഗ്രാമുകളിലാണ് പലപ്പോഴും സ്ത്രീകളുള്ളത്. അപ്പോൾ എത്ര നൂറ്റാണ്ടുകളായി, ആയിരക്കണക്ക് വർഷങ്ങളായിട്ട് ഒതുക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ദളിത്തും സ്ത്രീകളും. അതൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ഒരു വളരെ ചെറിയൊരു കാലയളവ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു, ഇപ്പം എല്ലാവരും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഈക്വൽ ആവില്ല. ഈക്വൽ ആവാൻ അതുപോലെ കുറേ എത്രയോ കാലമെടുക്കും. അങ്ങനെയുള്ള ഒരു യാത്രയിൽ യാത്ര വളരെ കറക്റ്റാണ്. നമ്മൾ ആ യാത്ര ചെയ്ത് ഇവിടെ നിൽക്കുന്നു. ഇനി മുമ്പോട്ടുള്ള യാത്രയും വളരെ കറക്റ്റാണ്. പക്ഷേ നമുക്ക് ഇത്തരം ചില കാര്യങ്ങളില്ലാതെ സ്ത്രീകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു.
ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, പലതരം പ്രിഫറൻസുകളും പലതരം ആനുകൂല്യങ്ങളും ഒക്കെ സമൂഹത്തിൽ കിട്ടുന്ന, ഒരു പക്ഷേ സവർണ എന്ന് വിളിക്കുന്ന ഒക്കെ എന്നെ പോലുള്ളവർക്ക് പോലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ മുന്നോട്ട് വരാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എന്തോരം പെയിൻ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ആദ്യം എഴുതുമ്പോൾ ചോദിക്കുന്നത് അത് അമ്മ എഴുതി തന്നതാണോ, അച്ഛൻ എഴുതി തന്നതാണോ? വീട്ടിൽ പലരും എഴുതും, അച്ഛൻ എഴുതി തന്നതാണോ അതോ മുത്തശ്ശി എഴുതി തന്നതാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. കഷ്ടപ്പെട്ട് നമ്മൾ എഴുതിയ ഒരു വർക്കിനെ കുറിച്ചാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, പുതിയ തലമുറ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പുതിയ തലമുറ ഇതെല്ലാം പെൺകുട്ടികൾ തച്ചുടയ്ക്കും എന്നുള്ളത് തന്നെയാണ്. എൻ്റെ മകള് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അന്ന് ടി വിയിൽ ഒരു ഇംഗ്ലീഷ് ഫിലിം കണ്ടു. അന്ന് എൻ്റെ ഇളയ മോള് പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് ജെൻഡർ ഇക്വാളിറ്റി നോക്കുന്ന ഒരാളാണ്. ഒരുപാട് ഉദാഹരണമുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ കണ്ടപ്പോൾ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, ഒരു കല്യാണം നടക്കുകയാണ്. ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്. കല്യാണം നടക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം നടത്തുന്ന പ്രീസ്റ്റ് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, നിങ്ങൾക്കിപ്പോൾ ദ ബ്രൈഡ് ഗ്രൂം ക്യാൻ കിസ് ദ ബ്രൈഡ് നൗ എന്നാണ് പറയുന്നത്. അതിൻ്റെ അവസാനം ആ ഇംഗ്ലീഷ് ഫിലിമിൽ ഉമ്മ വെക്കാം എന്ന് പറയും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോള് ചോദിച്ചു, അമ്മ ദേ ആർ കിസ്സിങ് ഈച്ച് അതർ, അവർ രണ്ടുപേരും ആണല്ലോ ഉമ്മ വയ്ക്കുന്നത്, പിന്നെ എന്തിനാണ് ബ്രൈഡ് ഗ്രൂം ബ്രൈഡിന് ഉമ്മ കൊടുത്തോട്ടെ എന്ന് പറയുന്നത് എന്തിനാണ്? രണ്ടുപേര് തമ്മിൽ ചുംബിക്കുമ്പോൾ രണ്ടുപേര് ചുംബിക്കുകയാണ്. അത് വരൻ വധുവിനെ ചുംബിക്കുന്നതല്ല, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയെ ചുംബിക്കുന്നതല്ല, അവർ പരസ്പരം ചുംബിക്കുന്നതാണ്. അതിൽ പോലും ഞാൻ പറയാൻ വന്നത് ഏറ്റവും അടിസ്ഥാനപരമായ സ്നേഹം എന്ന വികാരത്തില്, പ്രണയം എന്ന വികാരത്തില് പോലും, ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളവരുടെ ഇതിൽ പോലും നമുക്ക് ഇത്തരം വേർതിരിവ്, ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, സകല സ്ഥലങ്ങളിലും കാണാം. ആ കാണുന്നിടത്ത് നിന്നാണ് സ്ത്രീകളെ ഒരു വ്യക്തികളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന പല സന്ദർഭങ്ങളിലോട്ടും നമ്മൾ കടന്നു വരുന്നത് എന്നുള്ളത് കൂടെ ആലോചിക്കേണ്ട കാര്യമാണ്. ഒറ്റ ഉദാഹരണം കൂടെ പറയാം. അന്തർജനം 1940 ഇതുപോലെ ഒരു വേദിയിൽ ഇരിക്കുകയായിരുന്നു. അന്ന് വേദി മുഴുവൻ പുരുഷന്മാരാണ്, സദസ്സ് മുഴുവൻ പുരുഷന്മാരാണ്, സ്ത്രീയായിട്ട് അന്തർജനം മാത്രമേ ഉള്ളൂ. അന്ന് അടുത്തിരുന്ന ഒരു എഴുത്തുകാരൻ, പറഞ്ഞാൽ എല്ലാവരും അറിയും, വളരെ പ്രശസ്തനായ ഒരു കവി, മലയാളത്തിൽ അന്ന് അറിയപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ത്രീ അന്തർജനത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ ചിലവരൊക്കെ പറയുന്നു ആണും പെണ്ണും തുല്യരാണെന്ന്. നമുക്ക് പറയാൻ ഒരു കാളിദാസനുണ്ട്, വ്യാസനുണ്ട്, ഷേക്സ്പിയർ ഉണ്ട്. ഇവർക്ക് അങ്ങനെ പറയാനുള്ള രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ട് പറയട്ടെ ആണും പെണ്ണും തുല്യരാണെന്ന് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഇത് ഡയറിയിലാണ് ലളിതാംബിക അന്തർജനം എഴുതിയിട്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രസിദ്ധീകരിച്ചിട്ടില്ല അത്. അപ്പോൾ അന്തർജനം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, ഇത്രയും പറഞ്ഞ് ആ മഹാൻ നിർത്തിയെങ്കിൽ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹം ഇരുന്നത് അന്ന് മരക്കസേരകളാണ്. അതിൽ ഇരുന്ന കസേര ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊരു മരക്കസേര, ഇതിന് 4 കാലുകളുണ്ട്, എനിക്ക് ഇവിടെ ഇട്ടാൽ ഇവിടെ ഇരിക്കാം, ഈ കസേര എടുത്ത് ഞാൻ അവിടെ ഇട്ടാൽ എനിക്ക് അവിടെ ഇരിക്കാം. സ്ത്രീകൾ വെറും മരക്കസേരകളാണ്, പുരുഷന്മാർ എവിടെ ഇടുന്നുവോ അവിടെ ഇട്ട് അവർക്ക് ഇരിക്കാനുള്ള ഒരു മരക്കസേര എന്ന് ആ കവി പ്രസംഗിച്ചു. അതിൻ്റെ അടിയിൽ ലളിതാംബിക അന്തർജനം പറയുന്നു, സ്ത്രീകളെ വെറും മരക്കസേരകളായി കാണുന്ന മനുഷ്യന്മാരോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ വളരെയേറെ സംശയിച്ചു. പക്ഷേ ഞാൻ മറുപടി പ്രസംഗത്തിൽ ഇത്രമാത്രം പറഞ്ഞു എന്നാണ് പറയുന്നത്. വേറെ പറയാൻ, ശരിയാണ് സഹോദര, ഞങ്ങൾക്ക് പറയാൻ ഷേക്സ്പിയറോ വ്യാസനോ കാളിദാസനോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ലോപാമുദ്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗാർഗി എന്നൊക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുമെങ്കിലും ഇതുപോലെ കൃതികൾ എടുത്ത് മുന്നോട്ട് വെച്ച് പറയാൻ സ്ത്രീകളുടെ പേര് അന്ന് അതുപോലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്തർജനം പറഞ്ഞു, അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് പേരുകളില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഈ പറഞ്ഞ ഷേക്സ്പിയറും വ്യാസനെയും കാളിദാസനെയും ഒക്കെ പ്രസവിച്ചതും പാലൂട്ടി വളർത്തിയതും കൈപിടിച്ച് നടത്തിയതും മാറിൽ കിടത്തിയതും ഒരു സ്ത്രീ ആയിരിക്കും. അമ്മ മരിച്ചു പോയെങ്കിൽ വേറൊരു സ്ത്രീ ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നിരിക്കും. അതുമാത്രം മതി ആണും പെണ്ണും തുല്യരാണെന്ന് പറയാൻ. അതുമാത്രം മതി ആണും പെണ്ണും തുല്യരാണെന്ന് പറയാൻ എന്ന് മാത്രം എനിക്ക് സംസാരിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഒരു വരിയാണ് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എല്ലാം കഴിഞ്ഞ് ആലോചിച്ചപ്പോൾ, അന്ന് ആവേശത്തിന് അത്രയും പറഞ്ഞെങ്കിലും പിന്നീടിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം തോന്നുന്നു, എൻ്റെ ചുറ്റിലും കാണുന്ന സ്ത്രീകളെല്ലാം തങ്ങൾ വെറും മരക്കസേരകളാണെന്ന്, 4 കാലുള്ള മരക്കസേരകളാണെന്ന് വിശ്വസിച്ച് തങ്ങളുടെ പുരുഷന്മാർ എവിടെ ഇടുന്നുവോ അവിടെ ഇട്ട് അവർക്ക് ഇരിക്കാനുള്ള മരക്കസേരകളാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്. അത് അച്ഛനായാലും ശരി, ഭർത്താവാണെങ്കിലും ശരി, സ്നേഹിതനാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അവരുടെ ഇഷ്ടപ്രകാരം എവിടെ ഇടുന്നുവോ അവിടെ ഇട്ട് അവർക്ക് ജീവിക്കാനുള്ള മരക്കസേരകളായിട്ടാണ് പല സ്ത്രീകളും ജീവിക്കുന്നത്. ഇനിയുള്ള കുറച്ചു കാലമെങ്കിലും
സ്ത്രീകൾ മരക്കസേരകളല്ല എന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു എന്ന് 1940 എഴുതിയിട്ടിട്ടുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞു. ഇന്നും നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ പല സ്ത്രീകളും സ്വയം ഞങ്ങൾ ഒരു മരക്കസേരയാണ് എന്ന് അറ്റ്ലീസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും, ചെറുപ്പക്കാർ പെൺകുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണ്, മരക്കസേര എന്നൊന്നും പറഞ്ഞിരിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും അറിയാം, ഞാൻ വിവാഹത്തിന് എതിരൊന്നുമല്ല, അതുകൊണ്ടൊന്നും പറഞ്ഞതല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബ വ്യവസ്ഥിതി, നമ്മുടെ സമൂഹം, നമ്മുടെ സംസ്കാരമൊക്കെ അത് കഴിയുമ്പോൾ നമ്മൾ കുടുംബത്തിനും ബന്ധങ്ങൾ വേണ്ടാന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞത്, അങ്ങനെയൊന്നും ഒരു അർത്ഥവുമില്ല അതിന്. പക്ഷെ ആ കുടുംബാംഗങ്ങളെല്ലാം ഒരേപോലെ ഒരേ പൊസിഷനിൽ നിന്ന് ഒരേ പ്രശ്നങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സമത്വ സുന്ദരമായ ഒരു സമൂഹമാണ് നമ്മളുടെ പെൺകുട്ടികളുടെയൊക്കെ ഒരു സ്വപ്നം. അതിലോട്ട് എത്തണമെങ്കിൽ ഇത്തരം ചിന്തകൾ നമ്മൾ പെണ്ണ് എന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞാലേ പലപ്പോഴും നടക്കുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സംഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ ദീപയുടെയിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരണം, അത് തന്നെയാണ് നമ്മൾ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നതും. സമൂഹത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ് സാഹിത്യം. അപ്പോൾ സാഹിത്യത്തിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹത്തെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് എഴുത്തിൽ ഇത്രമാത്രം വ്യത്യസ്തതകൾ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. എല്ലാവരും ഒരുപോലെ എഴുതുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, പഴയ കാലം മുതൽ തന്നെ വരേണ്യവർഗത്തിൻ്റെ സാഹിത്യം ഒരു തരത്തിലും, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സാഹിത്യം മറ്റൊരു തരത്തിലുമായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം എല്ലാ കാര്യങ്ങളിലും ഇന്നും വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പെണ്ണെഴുത്ത് എന്നുള്ളൊരു വാക്ക്, ആ വാക്ക് ഒരു ചെറിയ വാക്കല്ല. അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക, സച്ചിദാനന്ദനാണ് അങ്ങനെ ഒരു വാക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ആദ്യമായിട്ട് പറഞ്ഞ സച്ചിദാനന്ദനാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ വിമൻ റൈറ്റിംഗ് എന്നുള്ള വാക്ക് നമുക്ക് പരിചിതമാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീക്ക് എഴുതേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ സമൂഹം സൃഷ്ടിച്ച ഒരു ഭാഷ എന്ന് പറയുന്നത് അത് ഒരു പുരുഷാധികാരത്തിൻ്റെ ഭാഷയാണ്. നമ്മുടെ സമൂഹം ചിന്തിക്കുന്നത് തന്നെ പുരുഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാവും തോന്നില്ല. തീർച്ചയായിട്ടും അതിനോട് സ്ത്രീയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എഴുത്തിലൂടെ, സ്ത്രീകളുടെ എഴുത്തിലൂടെ കടന്നു വരുന്നത്. ഈ പുരുഷാധികാരം സൃഷ്ടിച്ച ഈ ഒരു വ്യവസ്ഥയോട്, ഈ സാമൂഹ്യ വ്യവസ്ഥയോട്, ഈ ആൺ ഭാഷയോട്, ഇതിനോട് സ്ത്രീയുടെ നിലപാട് എന്താണ്? അപ്പം അത് തന്നെയാണ് എനിക്ക് അഖിലയോട് അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്. ഈ ഒരു ഭാഷയോട് എങ്ങനെയാണ് അഖില സ്വന്തം ഭാഷയിലൂടെ, സ്വന്തം എഴുത്തിൻ്റെ ഭാഷയിലൂടെ എങ്ങനെയാണ് അഖില സ്വയം രേഖപ്പെടുത്തുന്നത്? അതിനു മുൻപായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു, ഒരു വായനശാലയുടെ പരിപാടിയായിരുന്നു. അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ എൻ്റെ കഥകൾ വന്ന മാസികകളും വാരികകളും ഒക്കെ പറഞ്ഞ്, കഥകളുടെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് ഇൻട്രാക്റ്റീവ് സെഷൻ വന്നപ്പോൾ ഒരു സദസ്സിലിരുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ആ വാരികയിലേക്ക് കുറേ കഥകൾ അയച്ചു, എത്ര വർഷമായെന്നറിയോ, പിന്നെ പെണ്ണുങ്ങൾക്ക് ഇത് പ്രസിദ്ധീകരിച്ച് കിട്ടാൻ എളുപ്പമാണല്ലോ, ഇങ്ങനെ ഒരു പറഞ്ഞു. ഇത് ഈയിടയ്ക്ക് നടന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. എനിക്ക് അയാളോട് സഹതാപം തോന്നി. കാരണം എത്ര പെണ്ണുങ്ങളുടെ കഥ വരുന്നുണ്ട് വാരികകളിൽ. ഞാനൊക്കെ രാത്രി ഇരുന്ന് എഴുതുന്ന ആളാണ്. അപ്പം നമ്മൾ ഉറക്കമൊഴിച്ചിരുന്ന് ഒരു തീം മനസ്സിൽ വന്ന് അതിനെ പൊലിപ്പിച്ച് വീണ്ടും എഴുതി മായ്ച്ച് വീണ്ടും വായിച്ച് വീണ്ടും തിരുത്തി ഒടുവിലിങ്ങനെ മൂർച്ച കൂട്ടിയെടുക്കുന്ന ഒരു സർഗാത്മകത, ആ പ്രവൃത്തി ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം മറ്റ് എഴുത്തുകാരികളും എത്രയോ കാര്യങ്ങൾക്കിടയിൽ ചെയ്ത ആ പ്രവൃത്തിയെ ഏതാനും വാക്കുകൾ കൊണ്ട് അയാൾ നിന്ദിച്ചു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സാണത്. ഇപ്പോഴത്തെ ഒരു പുരുഷ മനസ്സാണ് അയാളത് പറഞ്ഞത്. അയാൾക്ക് കിട്ടാത്തതിൻ്റെ, അയാളുടെ എഴുത്ത് മോശമായതിനെ അല്ല അയാൾ കുറ്റം പറയുന്നത്. നമ്മൾ പെണ്ണായി പോയതാണ് നമ്മളുടെ കുറ്റം. അങ്ങനെ ഒരു അനുഭവം ഈ ഇടയ്ക്കുണ്ടായി. അപ്പം ഞാൻ വായിക്കുമ്പോഴൊക്കെ പഴയ എഴുത്തുകാരികളുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാറുണ്ട്. അവരൊക്കെ എങ്ങനെയായിരിക്കും ഈ കാലത്ത് ഇങ്ങനെയാണെങ്കിൽ പഴയ കാലത്ത് എങ്ങനെയായിരുന്നിരിക്കുമെന്ന്. അപ്പോൾ ഒരു 19-ാം നൂറ്റാണ്ട് മുതലൊക്കെ തന്നെ സ്ത്രീകളുടെ രചനകൾ പബ്ലിഷ്ഡ് ആയി തുടങ്ങി. പക്ഷേ എങ്കിലും കുടുംബകാര്യങ്ങൾ നോക്കാതെ എഴുതാനുള്ളൊരവസ്ഥ അപ്പോഴുമില്ല, ഇപ്പോഴും അധികമൊന്നും ഇല്ല.
ലളിതാംബിക അന്തർജനത്തെ പോലുള്ള വലിയ എഴുത്തുകാരികളൊക്കെ ഒരു കൈ കൊണ്ട് തൊട്ടിലാട്ടുകയും ഒരു കൈ കൊണ്ട് എഴുതുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു നോവലിസ്റ്റ് അല്ല, എനിക്ക് നോവൽ എഴുതാനുള്ള സമയമില്ല, ഞാൻ എഴുതുന്നതെല്ലാം നുറുങ്ങുകളാണ്, കഥ, കവിത, ലേഖനം പോലുള്ള നുറുങ്ങുകൾ എഴുതാനുള്ള സമയമേ ഉള്ളൂ. ഒരു അമ്മയും ആതിഥേയം ഒക്കെ ആയ ഒരു സ്ത്രീക്ക് മുഴുവൻ സമയം എഴുത്തിനുള്ള ഇത് കേരളത്തിലില്ല. അത് അന്ന് ഈ 1940കളിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ കെ സരസ്വതി അമ്മയെ പോലുള്ള എഴുത്തുകാരികളൊക്കെ ഈ പുരുഷാധിപത്യത്തിനെതിരെ, അതായത് കുടുംബകാര്യങ്ങൾ മുഴുവൻ സ്ത്രീകളുടെ തലയിൽ വയ്ക്കുകയും സാഹിത്യം ഉൾപ്പെടുന്ന മറ്റു മേഖലകൾ അവർ ഭരിക്കുകയും ചെയ്യുന്നതിനെതിരെയൊക്കെ എഴുത്തുകളിലൂടെ നന്നായിട്ട് എതിർത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുപോലെ എന്തായിരുന്നു, ഒരു തോട്ടക്കാട്ട് ഇക്കാവമ്മ എന്ന് പറയുന്ന ഒരു ലേഡി, അവരുടെ ഒരു സുഭദ്രാർജുനം എന്ന് പറയുന്ന ഒരു നാടകം അല്ലേ, സുഭദ്രാർജുനീയം, അങ്ങനെ ഒരു നാടകത്തിൽ ഭാമ തേര് തെളിക്കുന്നു, ഭാമ യുദ്ധം ചെയ്യുന്നു, സുഭദ്ര തേര് തെളിക്കുന്നു, വിക്ടോറിയ രാജ്യം ഭരിക്കുന്നു. പക്ഷേ കവിത എഴുതാൻ മാത്രം സ്ത്രീകൾക്ക് അനുവാദമില്ല, സ്ത്രീകൾക്കാവില്ലേ എന്ന് ചോദിച്ചൊരു ഇത് എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥ അതായിരുന്നു. ഇപ്പോൾ നമ്മൾ നവോത്ഥാനം, ആ കാലത്തെ നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. അങ്ങനെയാണ് സിസ്റ്റം നമ്മളെ പരുവപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. പക്ഷെ അക്കാലത്ത് തന്നെയാണ് ലളിതാംബിക അന്തർജനം സാവിത്രി അഥവാ വിധവാ വിവാഹം എന്ന് പറയുന്ന നാടകം എഴുതിയത്. അത് ഭയങ്കര പുരോഗമനകരമായിരുന്നു. കാരണം ആ കാലത്ത് ബാലവിവാഹം ഭയങ്കര കോമൺ ആയിരുന്നു. ആ ബാല്യത്തിൽ തന്നെ വിധവയായ പിന്നെ കല്യാണം കഴിക്കാനും പറ്റില്ല. അങ്ങനെ സാവിത്രി എന്ന് പറഞ്ഞ ബാല്യത്തിൽ തന്നെ വിധവയായി പോയ ഒരു കുട്ടിയുടെ കഥയാണ് ഈ സാവിത്രി അഥവാ വിധവാ വിവാഹം എന്ന് പറയുന്ന നാടകം. ആ നാടകത്തിനെ പോലും മുന്നേ എന്ന് വെച്ചാൽ അത് ചർച്ചയിൽപ്പെടാതെ, ശ്രദ്ധിക്കപ്പെടാതെ ഒതുക്കാൻ അപ്പോഴുള്ള ആൾക്കാർക്കായി. ഈയിടെയാണ് അത് 1993-ലോ 4-ലോ എങ്ങാണ്ടാണ് അത് പിന്നെ കണ്ടെടുക്കുന്നത്. അത് ശ്രദ്ധയിലേക്ക് വരുന്നത് ആ കാലത്താണ്. അതായത് ചരിത്ര നിർമ്മാണത്തിൽ സ്ത്രീകൾ പങ്കാളികളായിരുന്നു എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മളിനി കണ്ടെടുത്ത് വരണം. അതുപോലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നോവൽ സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു വലിയ കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന സ്ത്രീകളുടെ നോവലുകൾ പോലും ഉൾപ്പെടുത്തിയില്ല എന്നും വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചവിട്ടിത്തേക്കലിലൂടെയാണ് സ്ത്രീകൾ കടന്നു പോകുന്നത്. നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മാധവിക്കുട്ടിയെ നോക്കുകയാണെങ്കിലോ, മാധവിക്കുട്ടി വൈകാരിക സ്വാതന്ത്ര്യത്തെപ്പറ്റി ഏറ്റവും നന്നായിട്ട് എഴുതിയ ഒരാളാണ്. പക്ഷേ എല്ലാവരും ഒരു ഉന്മാദിനി എന്നുള്ള മട്ടിലൊക്കെയാണ് മാധവിക്കുട്ടിയെ കാണുന്നത് അല്ലേ. അവരുടെ തുറന്നു പറച്ചിലിനൊക്കെ പരിഹസിക്കുക മാത്രമല്ല, കല്ലെറിയുകയും കൂടി ചെയ്തു. രാജലക്ഷ്മി ഓർക്കണം. രാജലക്ഷ്മി ഞാൻ എഴുതുന്നതിൽ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ സന്ദർശകരായിട്ട് വരും, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ആളാണ്. സ്ത്രീകളുടെ അവസ്ഥ അപ്പോഴും ഇപ്പോഴും എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആദ്യത്തെ അനുഭവം പറഞ്ഞു, അതുപോലെ നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ അത് നമ്മളുടെ അനുഭവമാണ് എന്നുള്ള മട്ടിൽ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. പുരുഷന്മാർ എഴുതുമ്പോൾ അത്രയും പ്രശ്നമില്ല എന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ അനുഭവിച്ചാണ്. ഇപ്പോൾ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഥ എഴുതിയപ്പോൾ ഇതെങ്ങനെ അറിയാം, സെക്സോളജിസ്റ്റിൻ്റെ അതിലൊരു സെക്സോളജിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കും. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കഥാപാത്രങ്ങളെ അവനെന്നും അവളെന്നും നമ്മൾ പറയുമല്ലോ. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അവൾ ആരാണെന്ന് മനസ്സിലായി, അവൻ ആരാണ് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അതെ, അവളാരാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെയെന്ന് പറഞ്ഞു. അവളാരാണെന്നുള്ളത് അവരങ്ങ് തീരുമാനിച്ചു. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ കുഞ്ഞുകാലം മുതലേ എഴുതും. എൻ്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു, നന്നായിട്ട് എഴുതുമായിരുന്നു. അച്ഛന് നെഞ്ചിൽ കിടത്തി കവിത ചൊല്ലിത്തരും. അപ്പോൾ കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഭാവം പകർന്ന് അച്ഛൻ പാടും, ഇങ്ങനെ നെഞ്ചിൽ കിടത്തിയിട്ടേ. അപ്പം നമുക്കതിൻ്റെ കഥ കേൾക്കേണ്ട കാര്യമില്ല, അത് ശരിക്കും ആ പോയമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ കയറും. അപ്പോൾ തൊട്ട് തന്നെ താല്പര്യമുണ്ട് ഈ കഥകളിലും കവിതകളിലും ഒക്കെ. ഞാൻ സ്കൂൾ കാലത്തൊക്കെ ധാരാളം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ മലയാളം ഭാഷയൊക്കെ നല്ല പ്രോത്സാഹനമായിരുന്നു. ഇഷ്ടംപോലെ ലൈബ്രറി പുസ്തകങ്ങളെടുത്ത് ആ കാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തല്ല, കുറച്ച് ദൂരം, ഒരു 7-8 കിലോമീറ്ററിനപ്പുറത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിന് അവരൊരു മത്സരം നടത്തും. ആ മത്സരത്തിന് സമ്മാനം മുഴുവൻ പുസ്തകങ്ങളാണ്. എനിക്ക് പുസ്തകങ്ങൾ സ്വന്തമായിട്ട് കിട്ടിത്തുടങ്ങിയത് അവിടെ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് വായിച്ച ചെറുകഥാ സമാഹാരം ഗൗരി T. പത്മനാഭൻ്റെ, അത് അവിടെ നിന്നാണ്. പത്മരാജൻ്റെ കഥകൾ അവിടെ നിന്നാണ്.
ആദ്യമായിട്ട് വായിച്ച നോവൽ യക്ഷി അതവിടെ നിന്നാണ്. അതൊക്കെ സ്കൂൾ കാലത്ത് തന്നെ അത് കാരണം വായിക്കാൻ പറ്റി. അപ്പോൾ അവരെയൊക്കെ വായിച്ച് വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ശുദ്ധമായ ഭാഷയിൽ എഴുതണം അങ്ങനെ ഒരു പിന്നെ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു ഇത് അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ എഴുതണം എന്ന്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അതൊരു വലിയൊരു എന്താ പറയുന്നത് വലിയൊരു ഗ്യാപ്പായിപ്പോയി. എനിക്ക് ഒരു ഷോക്കായി എന്ന് പറയാം. ആ ഒരു സമയം കഴിഞ്ഞ് പിന്നെ എൻട്രൻസ് പഠനം, അത് കഴിഞ്ഞ് അതിന് പ്രൊഫഷണൽ കോളേജ് പഠനം, എഴുത്തും വായനയൊക്കെ വിട്ടുപോയി. പിന്നീട് തിരിച്ച് വീണ്ടും എഴുത്തിലേക്ക് വരുന്നതും വായനയിലേക്ക് വരുന്നതും ഒരു UG കാലഘട്ടത്തിൻ്റെ പകുതിയോടെയാണ്. അതിൽ ഞാൻ ആദ്യത്തെ കഥ പിന്നീട് എഴുതുന്നത് എൻ്റെ അമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് ഒരു കഥ എഴുതി. അവിടെ നിന്നാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. എത്ര സമയം ഇല്ലെങ്കിലും എഴുതുക എന്ന് പറയുന്നത്, എഴുതുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ്. എൻ്റെ ഒരു ആത്മപ്രകാശനം എന്ന് പറയാം. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം. ആദ്യമുള്ള എഴുത്തുകളൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ മാത്രം ഡയറിക്കകത്ത് എഴുതി വെച്ചതാണ്. പിന്നീടാണ് പല പബ്ലിഷേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുന്നതും പ്രസിദ്ധീകരിക്കപ്പെട്ടതും. ഇപ്പോൾ പരിധികളും കടന്ന് എൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതൊക്കെ കടന്ന് എഴുതി തുടങ്ങി, അതൊക്കെ കടന്ന് ആലോചിച്ചു തുടങ്ങി. സ്ത്രീകളെ മാത്രമല്ല, ഇപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന കഥയുടെ കേന്ദ്ര കഥാപാത്രം ഒരു പുരുഷനാണ്. അപ്പോൾ അത് ആളൊരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളെയൊന്നും പരിചയമില്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെ അറിയാത്തൊരു മേഖല സങ്കല്പത്തിലൂടെ എഴുതി ഫലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കിട്ടി. അത് വായിച്ചിട്ട് ഒരു മുതിർന്ന എഴുത്തുകാരൻ എന്നെ വിളിച്ചു ചോദിച്ചു, ഇതെങ്ങനെ കഞ്ചാവ് അടിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റുന്ന, ഇങ്ങനെയൊക്കെയാണ് ശരിക്കും അത് വായിച്ചു കഴിഞ്ഞാൽ ആൾ നല്ല കഞ്ചാവ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നും, അതെങ്ങനെയാണ് പറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒക്കെ സങ്കല്പം, നമ്മൾ കണ്ടതും കേട്ടതും വെച്ചിട്ട് നമ്മളൊരു ഇത് ഉണ്ടാക്കുകയാണ്. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത്രയും നന്നായത് കൊണ്ടാണല്ലോ. അഖില, ഞാൻ ഗഞ്ച എന്ന് പറഞ്ഞൊരു ചെറുകഥ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പണ്ട് മാതൃഭൂമിയിൽ വന്ന കഥയാണ് അത്. പിന്നീട് അങ്ങനെ തന്നെ DC ഗഞ്ച എന്നുള്ള പേരിൽ ബുക്ക് കളക്ഷനാക്കി. ഇതേ അനുഭവം ഉണ്ട് കേട്ടോ. അത് വന്ന് ഞാൻ പക്ഷേ കുറച്ച് റിസർച്ച് ചെയ്തു. ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചു ഇതെങ്ങനെ കഴിച്ചാൽ എങ്ങനെയാണ്. അപ്പോൾ പലരും പല കാര്യം പറഞ്ഞു, ഇങ്ങനെ നിറങ്ങൾ വരുന്നത്, പല കാര്യങ്ങൾ, അങ്ങനെ അതെല്ലാം പഠിച്ചിട്ടാണ്. അത് 2 പെൺകുട്ടികൾ ഉപയോഗിക്കുന്നതായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അവരൊരു യാത്ര ചെയ്തിട്ട് അവരത് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എത്ര പേര് ചോദിച്ചു എന്നറിയാമോ, ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അത് സ്ത്രീകളോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ അല്ലേ, പുരുഷന്മാരോട് സ്ത്രീകളോട് മാത്രമേ ചോദിക്കുള്ളൂ ഇതൊക്കെ. അപ്പം അത് നമ്മളുടെ ഒരു കഴിവായിട്ട് നമ്മൾ വിചാരിക്കണം, അഭിമാനിക്കണം. എന്നുവെച്ചാൽ കുടിയനായിട്ട് അഭിനയിച്ച ഒരാൾ നന്നായി എന്ന് പറയുമ്പോൾ കുടിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അഭിനന്ദനമല്ലേ. അതെ, പലപ്പോഴും ചോദ്യങ്ങൾ സ്ത്രീകളോടാണ് എന്നുള്ളത്, സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും സ്ത്രീകളോടാണ്. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം കൂടി, അഖില സംസാരിച്ച സരസ്വതിയമ്മയെ കുറിച്ച് പറഞ്ഞു, ഒരു കാര്യം കൂടി അതോട് ബന്ധപ്പെട്ട് പറയണം എന്നുണ്ട്. അപ്പോഴത്തേക്കും ചോദ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ. K. സരസ്വതിയമ്മ വിവാഹം കഴിച്ചിട്ടില്ല, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയായിരുന്നു, നല്ല ജോലി ചെയ്തിരുന്നു. അവർ രമണൻ എന്നുള്ള ചങ്ങമ്പുഴയുടെ നോവല് വളരെ പ്രസിദ്ധമായപ്പോൾ എല്ലാവരും പാടി നടന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിന് തിരുവനന്തപുരത്ത് നടു റോഡിൽ വെച്ച് ചങ്ങമ്പുഴയെ കണ്ടപ്പോൾ, നിങ്ങൾ പുരുഷന്മാർ, അതിനകത്ത് ചന്ദ്രികയാണല്ലോ ചതിക്കുന്നത്, സ്ത്രീയാണ് പുരുഷനെ ചതിക്കുന്നത് അതിനകത്ത്. അപ്പം നിങ്ങൾ സ്ത്രീകളെ മാത്രം കുറ്റം പറയുന്നു, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരൂ, ഞാൻ ഇതിൻ്റെ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം, അതിന് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങമ്പുഴ അത് ചിരിച്ച് തള്ളിയതേ ഉള്ളൂ. പിന്നീട് ആലോചിക്കണം, ലളിതാംബിക അന്തർജനത്തിനെ കണ്ടപ്പോഴും സരസ്വതി അമ്മ ചോദിച്ചു, നിങ്ങളൊക്കെ വലിയ എഴുത്തുകാരികളാണെന്ന് പറഞ്ഞ് നടക്കുന്നു, എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ അതിന് പ്രതികരിക്കാത്തതെന്ന്. അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ പ്രതികരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? അത് എനിക്കതിന് ഉത്തരം കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അത്രയും വീറോടെ നിന്ന് അവരെങ്ങനെയാണെന്നറിയാമോ അതിന് സമാധാനം കണ്ടത്? രമണന് രമണി എന്നൊരു കഥ എഴുതി, നേരെ തിരിച്ച് എന്തൊക്കെയാണോ രമണനി നടന്നത് അത് നേരെ തിരിച്ച് സ്ത്രീയെ പറ്റിക്കുന്ന പുരുഷൻ, അങ്ങനെയുള്ള സകലം നേരെ തിരിച്ചിട്ട് എഴുതിയാണ് അവർ രമണി എഴുതി പൂർത്തിയാക്കിയത്. അവരുടെ കഥകൾ വായിച്ചിട്ടില്ലാത്തവർ വായിക്കണം, അസാമാന്യ കഥകളാണ്.
അന്നത്തെ കാലത്ത് അങ്ങനെ കഥകൾ എഴുതാൻ എത്രമാത്രം ധൈര്യം വേണമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ കത്തി നിന്ന ഒരു സ്ത്രീയാണ് അവർ, ആ എഴുത്തിലും അവരുടെ ചിന്തയിലും അവരുടെ ധിഷണയിലും. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ അഖില പറഞ്ഞതുപോലെ പിന്നെ അവരെ കാണാനില്ല, പെട്ടെന്ന് അവരെ കാണാനേ ഇല്ല. അവർക്ക് ആ ബന്ധുക്കളൊന്നും ഇല്ല. അന്തർജനം വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്തിനാ വീട്ടിൽ വരുന്നത്, ഞാൻ വീട്ടിലുണ്ടാവില്ല, ഞാൻ എപ്പോഴും നടു റോഡിലായിരിക്കും മനുഷ്യരോടൊപ്പം എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവർ ഒരു കാലത്ത്. പിന്നീട് വർഷങ്ങൾ കാണാതായപ്പോൾ പാൽക്കുളങ്ങര വീട്ടിൽ ഒരു ദിവസം ലളിതാംബിക അന്തർജനം ചെന്നപ്പോൾ അവരെ എഴുത്തുകാരി, തൻ്റെ കൂടെ എഴുതുന്ന ഒരു എഴുത്തുകാരിയെ അന്വേഷിച്ച് ചെന്നപ്പോൾ കാണുന്നത് ഇരുളടഞ്ഞ ഒരു മുറിയിൽ സന്ധ്യയ്ക്ക് ശേഷം ലൈറ്റ് പോലും ഇടാതെ തനിയെ ഒരു കട്ടിലിൽ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സരസ്വതി അമ്മയാണ്. അന്ന് അസുഖമൊന്നും ആയിട്ടില്ല അവർക്ക്. അപ്പം ചോദിച്ചു എന്താണ്, അല്ല ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താ ഇപ്പം എഴുതാത്തത്, എന്തിനാണ് എഴുതുന്നത്, എഴുതിയിട്ട് എന്ത് കാര്യം, അവർ ചോദിച്ച ചോദ്യമാണ്. അപ്പം പിന്നെ സമയം പോകാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. സമയം പോകാൻ ഉറങ്ങാമല്ലോ, സുഖമായി ഉറങ്ങാമല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, സുഖമായി ഉറങ്ങാമല്ലോ. അപ്പോൾ സർപ്പവീര്യത്തോടെ തിരിഞ്ഞു കൊത്താൻ തയ്യാറായി നിന്ന ഒരു സ്ത്രീയാണ് എഴുത്തിൽ, അവര് ചിന്തയിൽ ധിഷണയിലൊക്കെ വരുന്ന സമൂഹത്തിന് പുല്ലുവില കൽപ്പിക്കാതെ എന്ത് വന്നാലും അടിക്കടി എന്ന് പറഞ്ഞ് നിന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന, അവരുടെ കഥകൾ വായിച്ചാൽ അറിയാം, അങ്ങനെ ഇരുന്ന ഒരു സ്ത്രീയെ ഇരുട്ടിലിരുന്നാ മതി, ഒന്നും ചെയ്യണ്ട, ഉറങ്ങുന്നതാണ് സുഖം എന്ന് പറയുന്ന അവസ്ഥയിൽ മാറ്റിയെടുത്തത് സമൂഹമാണ്, അന്നത്തെ സമൂഹമാണ്. നമ്മൾ ആ സമൂഹം അധികമൊന്നും ഇന്നും മാറിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, ആരും വന്ന് നിന്ന് ചെയ്തു തരുമെന്ന് വിചാരിക്കേണ്ട. പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീ തല നിവർത്തി നിന്ന്, നടു നിവർത്തി നിന്ന് എഴുതുന്നത് തന്നെയാണ്. ഇതുപോലെ നിങ്ങളാണോ ആ കഥയിലെ കഥാപാത്രം, ഇല്ലെങ്കിൽ ആരെഴുതി തന്നതാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ഇട്ടിട്ടല്ലേ നിങ്ങൾ എഴുതുന്നത്, നിങ്ങളെ കാണാൻ ചെറുപ്പമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭംഗിയുള്ളതുകൊണ്ട്, ഇതെല്ലാം കേൾക്കും. എന്ത് കേട്ടാലും എഴുതുക എന്നുള്ള കർമ്മത്തിൽ കൂടി മുമ്പോട്ട് പോകാനാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എഴുത്തുകാരികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറയുക. ഇപ്പോൾ മാം പറഞ്ഞല്ലോ, പല എഴുത്തുകാരികളും വന്നിട്ട് നിലനിൽക്കാണ്ട് പിന്നോട്ട് പോയ കഥ. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു ചേച്ചിയുണ്ട്, എൻ്റെ വലിയച്ഛൻ്റെ മോള്. ചേച്ചി എൻ്റെ റോൾ മോഡൽ തന്നെയായിരുന്നു. പുള്ളിക്കാരി നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, നന്നായിട്ട് പഠിക്കും, ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ ചേച്ചി ചെറിയ പ്രായത്തിൽ പോലും ഒരുപാട് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ചേച്ചി നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, കാണാൻ സുന്ദരിയാണ്, എല്ലാ കഴിവുണ്ട് പുള്ളിക്കാരിക്ക്. പക്ഷെ പുള്ളിക്കാരി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ട് അങ്ങനെ ഒരു ലൈഫിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ജോലി ചെയ്തില്ലെന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ, കൊച്ചായില്ലേ എന്നൊരു ചിന്താഗതിയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനത്തെ അവസരം പറയാനുണ്ടായിട്ട് പോലും പല സ്ത്രീകളും മാറി നിൽക്കുന്നതായിട്ട് വരുന്നുണ്ട്. അതും കൂടെ മാറി വരേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഉപയോഗിക്കുന്ന പല സ്ത്രീകളുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ആലോചിച്ച് നോക്കൂ, ആ കുഞ്ഞിനെ ഇപ്പം ഒരു കുഞ്ഞിന് അസുഖമാണെങ്കിൽ, പനിയാണെങ്കിൽ അമ്മയ്ക്ക് അവിടെ ഇട്ടിട്ടങ്ങ് ഇറങ്ങി ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് അത്ര വിശ്വാസം വേണം, അമ്മ നോക്കുന്നത് പോലെ വേറൊരാൾ നോക്കാൻ അവിടെ ഉണ്ടാകണമെന്ന്. ഇവരിപ്പോഴേ ഞാൻ പലരെയും കാണാം, വിവാഹം കഴിയുമ്പോഴോ അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് ഒരു ജോലി കിട്ടിക്കഴിയുമ്പോഴോ ഒരു പുതിയ ആധുനികമായ ജീവിതത്തിലോട്ടോ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് നഗരത്തിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വരുമ്പോഴോ എന്തിനാണ് ഇതൊരു പെയിനാണ്, എഴുത്തൊരു പെയിനാണ്, അല്ലെങ്കിൽ ഏത് കലയും ഒരു പെയിനാണ്. ഈവൻ നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും എന്താണെങ്കിലും അതിനകത്തുള്ളിൽ നമ്മുടെ സന്തോഷത്തിനുള്ളിലൊരു പെയിനുണ്ട്. ആ പെയിൻ എന്തിനനുഭവിക്കണം എന്ന് തോന്നും ചിലവർക്ക്. പക്ഷേ ഉറപ്പാണ്, ഉള്ളിൽ ആ തീപ്പൊരി ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ആ തീപ്പൊരി ആളിക്കത്തുക തന്നെ ചെയ്യും. ഇപ്പോഴവർക്ക് നോക്കുമ്പോൾ അവർക്ക് ആ സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഒരു സ്ത്രീക്ക് വിവാഹം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. ഒരു 6 മാസം പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അമ്മയ്ക്ക് ആ കുഞ്ഞിന് പാല് കൊടുത്ത് കൂടെ ഉണ്ടാവണം. 1 or 2 വയസ്സായാൽ പലപ്പോഴും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ആ കുഞ്ഞിനെ അതുപോലെ നോക്കാൻ അമ്മയോ മറ്റാരെങ്കിലും വേണം. 5 or 6 വയസ്സായാൽ കുട്ടിയെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ആ കുട്ടിയെ പഠിപ്പിക്കാനും സ്കൂളിൽ വിടാനും അതുപോലെ ആരെങ്കിലും വേണം. അത്രയും സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിലേ ഒരു സ്ത്രീക്ക് ഒന്ന് കണ്ണു തുറന്ന് ഈ ലോകത്തെ നോക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് ഈ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ ചുറ്റും
ചുറ്റുപാടിനെയും കുടുംബത്തെയും മാത്രമല്ലേ നോക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോഴാണ് പലപ്പോഴും സ്ത്രീകൾ എന്തിനാണ് ഈ എക്സ്ട്രാ പെയിൻ എടുക്കുന്നത്, എന്തിനാണ് ശരി ഇതുകൊണ്ട് തൃപ്തിപ്പെടാം എന്നുള്ളൊരു ഘട്ടത്തിലോട്ട് പോകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഉള്ളിൽ അങ്ങനെ ഒരു വാസനയുണ്ടെങ്കിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യുമെന്നും ആരെങ്കിലുമൊക്കെ അവരെ പ്രചോദിപ്പിക്കാൻ ഉണ്ടാവണമെന്നും ചേച്ചിയല്ലേ നന്നായിട്ട് അത് എന്താണോ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഒരു അഡ്വൈസ് കൊടുത്ത്, അതിനകത്ത് പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ. അവർക്ക് എഴുതാൻ ചിലവരുണ്ട് 4 വരി എഴുതി തരൂ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി, അതിൽ 2 പേര് നല്ല കമൻ്റ് ഇട്ടാൽ അവർ വീണ്ടും എഴുതാൻ തുടങ്ങും. അവർക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രകാശിപ്പിക്കണം, അതാണ് കാര്യം. ഓക്കെ, തീർച്ചയായിട്ടും വളരെ നല്ലൊരു സെഷനാണ്. രണ്ടുപേരും വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ചു. ലോകത്തിലെ ആദ്യത്തെ തൊഴിൽ വിഭജനം പ്രത്യുൽപാദനത്തിൻ്റെ കാര്യത്തിലാണ് നടന്നത് എന്ന് എംഗൽസ് പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അപ്പം കുട്ടി ചോദിച്ച മോളുടെ പേര് പറഞ്ഞില്ലായിരുന്നു, ആര്യ. അപ്പോൾ ആര്യ ചോദിച്ച ചോദ്യം വളരെ ശക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം തുല്യത എന്ന് പറയുന്നത് വളരെ ഭ്രമിപ്പിക്കുന്ന ഒരു ആശയം തന്നെയാണ്. തുല്യതയ്ക്ക് വേണ്ടി പല രംഗങ്ങളിലുള്ള തുല്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും തുല്യത എന്നത് എപ്പോഴും ഒരുപടി അകലത്തിൽ തന്നെയാണ്. അപ്പം സ്ത്രീ പുരുഷ സമത്വം വേണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരുപോലെ വളർത്തണം എന്ന് പറയാറുണ്ട്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നമ്മൾ ഒരുപോലെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ നമുക്കത് തുടങ്ങാൻ പറ്റും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, വിവാഹം കഴിയുമ്പോൾ വീണ്ടും സ്ഥിതി പഴയ പോലെ തന്നെയായി മാറുന്നു. പക്ഷേ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ തനിയെ ഉണ്ടായതല്ല, പ്രവർത്തിച്ച് തന്നെ നേടിയതാണ്, പൊരുതി നേടിയതാണ്. ഇനിയും മാറ്റങ്ങളുണ്ടാവും. കുടുംബത്തിന് പുറത്തേക്കുള്ള സ്ത്രീയുടെ സഞ്ചാരം എല്ലായ്പ്പോഴും ദുർഘടം പിടിച്ചത് തന്നെയാണ്. തീർച്ചയായിട്ടും അത്ര എളുപ്പമല്ല. പുരുഷന് സഞ്ചരിക്കുന്നത് പോലെ കുടുംബത്തിന് പുറത്തേക്ക് സ്ത്രീക്ക് അത്ര എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇന്ന് സ്ത്രീകൾ എത്തി നിൽക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഏത് മേഖലയിലാണ് സ്ത്രീ എത്താതിരുന്നിട്ടുള്ളത്? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട്, തീർച്ചയായിട്ടും സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോത്സാഹനം, അതാണ് ഏറ്റവും ആവശ്യം. അത് തീർച്ചയായിട്ടും പുരുഷനുള്ളതുപോലെ സ്ത്രീക്ക് ലഭിക്കുന്നില്ല. കാരണം ശാരീരികമായി പുരുഷനെ പോലെ അത്രയ്ക്ക് ശക്തിയല്ല അവൾ, പക്ഷേ മാനസികമായി പുരുഷനേക്കാൾ പവർഫുള്ളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം, ആ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ സ്ത്രീ എത്താത്ത മേഖലകളില്ല, സ്ത്രീ കടന്നു ചെല്ലാത്ത മേഖലകളില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള നന്ദിയും കൂടി ഇതോടൊപ്പം അറിയിക്കട്ടെ. സമയപരിമിതി മൂലം നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മോടൊപ്പം ഇത്രയും നേരം സംസാരിച്ച ശ്രീമതി തനുജ ഭട്ടതിരി, ഡോക്ടർ അഖില KS, ഒപ്പം തന്നെ ഡോക്ടർ CK ദീപ, ഇവർക്കും തേവർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്നേഹോപഹാരം നൽകുവാൻ വേണ്ടി എക്സഡസിൻ്റെ ഓപ്പറേഷൻ മാനേജറായ ആഷിഖ് പ്രദീപിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാറുന്ന മുഖങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം സംസാരിച്ചത് ശ്രീമതി തനുജ ഭട്ടതിരി, ഡോക്ടർ അഖില KS, ഒപ്പം തന്നെ ഡോക്ടർ CK ദീപ. താങ്ക് യു സ്പീക്കേഴ്സ് ഫോർ ബീയിങ് ഹിയർ.